ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിയാണ്. തിരികെ വരുന്ന വഴിക്ക് എന്തായാലും സെമ്മ ഇഡ്ഡലിയിൽ കയറി ഒന്ന് ഇഡ്ഡലി കഴിക്കാമെന്ന് കരുതി. ഒരുപാട് വെറൈറ്റി ഇഡ്ഡലികൾ കിട്ടുന്ന കടയാണ്. എന്താ ഇവിടെ ഇത്ര തിരക്ക് എന്നായിരിക്കും അല്ലേ ആലോചിക്കുന്നത്. ഈ തിരക്കിന് കാരണം ഇവിടുത്തെ ഇഡ്ഡലിയുടെ രുചി തന്നെയാണ്. വന്ന ഉടനെ തന്നെ ഞങ്ങളും ഇഡ്ഡലിക്ക് ഓർഡർ കൊടുത്തു. ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇഡ്ഡലി ചൂടുന്നത് കണ്ടിട്ടുണ്ടോ? ദാ ഇവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇഡ്ഡലി ചൂടുന്നത്. ഇത് പൊടി ഇഡ്ഡലിയാണ്. ഇനി മറ്റൊരു സ്പെഷ്യലാണ് ബട്ടർ തട്ട് ഇഡ്ഡലി. അതിൻ്റെ കൂടെ ഇതുപോലുള്ള ചമ്മന്തിപ്പൊടിയും പിന്നെ ഇതിൻ്റെ പുറത്ത് ബട്ടറൊക്കെ ഒഴിച്ച് തരുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ 2 ഐറ്റം ചമ്മന്തിയും കുറുകുറായിരിക്കുന്ന സാമ്പാറും കൂടെ ഒഴിച്ച് തരുമ്പോഴേ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു വേറെ ലെവലാണ് കേട്ടോ. പിന്നെ ആ തമിഴിലുള്ള ഡിവോഷണൽ സോങ്ങൊക്കെ കേട്ട് ഈ ഇഡ്ഡലിയൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഈ പൊടി ഇഡ്ഡലിയുടെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നാലേ അത് മനസ്സിലായില്ല. ഇവിടെ വന്ന് കഴിച്ചു നോക്കണം കേട്ടോ. വേറെ സ്റ്റാഫൊന്നും ഇല്ല കേട്ടോ. അമ്മയും മകളും കൂടെയാണ് ഈ കട മാനേജ് ചെയ്യുന്നത്. ഇരുന്ന് കഴിക്കാനുള്ള വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എങ്കിലും മിക്കവരും പാഴ്സൽ മേടിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. വന്ന ഉടനെ എന്നെ ഓർഡർ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഓർഡർ കൊടുത്ത് ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇഡ്ഡലി കിട്ടിയത്. വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന ദിവസേ ഇതുപോലെ വന്ന് വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് കിള്ളിപ്പാലം റൗണ്ട് കഴിഞ്ഞ് ചാല സ്കൂളിൻ്റെ 2ാമത്തെ റൈറ്റിലാണ് കേട്ടോ. ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഞ്ഞു കടയാണ്. അങ്ങനെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. നല്ല തിളച്ച് കിടന്ന ചായ ആയിരുന്നു. വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. സെമ്മ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മൾ നമുക്ക് ഇനിയും കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി 2ാമത് ഓർഡർ ചെയ്യണമെങ്കിൽ കുറച്ച് ലേറ്റ് ആവും. ആ സാധനം കഴിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നാളായി നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നൊന്ന് കറങ്ങി ആറ്റുകാൽ ക്ഷേത്രത്തിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാമെന്ന് കരുതിയപ്പോൾ ലേറ്റ് ആയിപ്പോയി കേട്ടോ. അങ്ങനെ ആറ്റുകാലിൽ പോയിട്ട് തിരികെ വരുന്ന വഴിക്കാണ് ഈ കടയിൽ കയറിയത് ഞങ്ങൾ. അപ്പോൾ ഇന്നലെ വീഡിയോകളൊക്കെ കണ്ടായിരുന്നു. എന്തായാലും ഫുഡ് അതിൻ്റെ മണം സത്യം പറഞ്ഞാൽ അതിന്റെ ഈ ഇഡ്ലിപ്പൊടി കോരി വെച്ചിട്ട് അതിന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കേട്ടോ. വീഡിയോ കണ്ടിട്ട് വന്നതാണ്. അടിപൊളി ഫുഡായിരുന്നു. അത് മാത്രമല്ല ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുമ്പോഴത്തേന് വൃത്തിയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പലരും നല്ല നീറ്റ് കുഞ്ഞു കടയാണ്, പക്ഷെ പക്ക നീറ്റ്. അതൊക്കെ എടുക്കുന്നതും അത് കൊടുക്കുന്നതും ഷെയർ എല്ലാവരും കൂടെ, ഫാമിലിയിലുള്ള എല്ലാവരും കൂടെയാണ്. അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഉണ്ട്, എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഓരോ ടൈമിൽ വന്ന് ഇഡ്ഡലി, ബട്ടർ ഇഡ്ഡലി, സോയ ഇഡ്ഡലി, പിന്നെ ഇടിയപ്പത്തിന്റെ എന്തോ വെറൈറ്റി ഉണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഈ ഇഡ്ഡലി ഇവിടുത്തെ ചൂട് സാമ്പാറും കൂടെ ഒഴിച്ച് അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോയാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെജിറ്റബിൾ ഒരുപാടൊന്നും ഇടാത്ത ഒരു സാമ്പാർ, അത് പക്ഷേ സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഇഡ്ഡലിക്ക് കോമ്പിനേഷൻ ആകുന്ന നല്ല അടിപൊളി സാമ്പാർ, പൊടി, അതുപോലെ നെയ്യ് എല്ലാം കൂടെ വെച്ച് നെയ്യ്, ബട്ടർ ഇഡ്ഡലി എല്ലാം എന്തോ സംഭവം എന്തായാലും പൊളിച്ചു കേട്ടോ, അടിപൊളിയായി.